എല്ലാവർക്കും നമസ്കാരം. ശ്രീലകം ഫാമിലിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് കടവല്ലൂരിൻ്റെ അഹങ്കാരമായ നമ്മളുടെ സ്വന്തം ഖാദി യൂണിറ്റ് സന്ദർശിക്കാനാണ് പോണത് അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ ഖാദി ബിൽഡിങ്. ഇതിന് മുമ്പ് അല്പം അപ്പുറത്തായിരുന്നു ഈ ബിൽഡിങ് പണിയാനതിൻ്റെ മുമ്പേ. നമ്മളിനി ഇതിനകത്ത് പോയിട്ടാണ് അവിടുത്തെ പ്രൊഡക്ഷൻ കാണാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ കല്ലുംപുറം ഖാദിയിലെത്തി. ഇനി അവിടെ എന്തൊക്കെ പ്രോസസ്സിങ് നടക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, നമ്മളെ ഇതിന്റെ അകത്ത് കയറി നോക്കാം. ഇതിന്റെ അകത്താണ് പണി നടക്കുന്നത്. അപ്പൊ അവിടെ പോയി നോക്കാം. എന്തൊക്കെ കയറി നോക്കാം. ഓക്കെ, ഇവിടെ ചേച്ചി ഉണ്ട്, നമുക്ക് ചേച്ചിന്റെ അടുത്ത് കൊടുക്കാം. ചേച്ചിയുടെ പേരെന്താ? പേര് സജിത. സജിത. ഓക്കെ ഓക്കെ. എന്താ പ്രോസസ്സിങ്? ചെമ്പില് 3 കുടം വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. ഓക്കെ, അതിലൊരു മെഴുകുതിരി ഇടണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 1 കുടം വെള്ളത്തില് മൈദ കലക്കുക. ഓക്കെ, അത് അവിടെ കലക്കി. ഇത് മൈദ കലക്കുന്നത് അല്ലേ? മെഴുകുതിരി ഇട്ടുണ്ടായത് ഇപ്പോ വെള്ളം ചൂടാകുമ്പോഴത്തേന് അത് ഉരുക്കിട്ട് കണ്ട വെറും വെള്ളമായി. ഓക്കെ ഓക്കെ. ഇതിങ്ങനെ ഇതിപ്പോ തിളച്ച് ഇതായിട്ട് എല്ലാം മെൽറ്റായി വന്നു. മൈദ അല്ലേ? ആ മൈദ കലക്കി വെച്ചത്, കലക്കി വെച്ച മൈദ. ഓക്കെ, കലക്കി വെച്ച മൈദ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലേ? ആ, ഇതിങ്ങനെ എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മള് മൈദ വെച്ച വെള്ളം തിളയ്ക്കാൻ തുടങ്ങുന്നു. ഇതിന് നല്ലെണ്ണ ഒഴിക്കും തിളച്ച് കഴിഞ്ഞാൽ. ഓക്കെ ഓക്കെ. തിളച്ചതിന് ശേഷം നല്ലെണ്ണ ഒഴിക്കുന്ന പറഞ്ഞത്. ഓക്കെ ഓക്കെ. ഇനി നല്ലവണ്ണം ഇനി അത് നല്ലോണം ഇളക്കിട്ട് യോജിപ്പിക്കുക. ഓക്കെ ഓക്കെ. എന്തെല്ലാം പ്രോസസ്സിങ് അല്ലേ? അവരൊന്ന് ഇളക്കട്ടെ. ഓക്കെ. അങ്ങനെ ഇത് നല്ല ഇളക്കി യോജിപ്പിച്ചു. ഇനി അത് എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. കോരിക്കോളി. ഭയങ്കര ശ്രദ്ധിച്ച് എടുത്തില്ലേ? ഇത് തട്ടിയാല് കയ്യും കാലും പൊള്ളും ചെയ്യും. പിന്നെ പാത്രത്തിലേക്ക് ഇനി അത് ഇവിടെ നൂലിന്റെ അടുത്ത് കൊടുന്ന് വെക്കും. ഇനി അത് തണുക്കണം. അതെ, തണുക്കണം. ഇത് തിളപ്പിച്ച് വെച്ച മൈദയാണ്. അതിലേക്ക് ഈ തുണീനെ എടുത്തിട്ട് ഇങ്ങനെ മുക്കിയിട്ട് ഇത് പിഴിഞ്ഞിട്ട് ആ പാത്രത്തിലേക്ക് ഇടും. ഇതിപ്പോ ചൂടുണ്ട്. ചൂട് തണുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഇതിങ്ങനെ മുക്കിയിട്ട് പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് എടുത്തു വെക്കും. ഇത് എന്നിട്ട് നാളെ ഇവർ എടുക്കുള്ളൂ ഈ സാധനം. എന്നിട്ടാണ് വിരിച്ചിട്ട് മുകളിലുണ്ട് കേട്ടോ. ഇതിന്റെ വിരിച്ചിട്ടതൊക്കെ മുകളിലുണ്ട്. അവിടെ പോയി കാണാൻ പറ്റും. ഓക്കെ, ഈ തുണി നൂല് അത് ഇനിയിപ്പോ മുകളിൽ കൊണ്ടുപോയിട്ട് ഉണക്കാനിടുന്ന മുകളിലാണ് വിരിച്ചിടുക. അപ്പൊ അത് നമുക്ക് പോയി നോക്കാം. ഇവിടെയാണ് അതിന്റെ നൂലൊക്കെ കൊണ്ടുവന്നിട്ട് വെള്ളം പീയുന്നതും ഉണക്കുന്നതൊക്കെ ഇവിടെയാണ്. എന്താ ഇപ്പൊ നേരത്തെ കണ്ട നൂല് കൊണ്ടുവന്നിട്ട് വിരിച്ചിടുന്നത് ഇവിടെയാണ്. അങ്ങനെ വിരിച്ചിട്ട് തല്ലിട്ട് നന്നായി കുടഞ്ഞെടുക്കുക. ഇപ്പൊ മുഖ്യ നൂലാണ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കുടഞ്ഞ വെള്ളം അതിന് റിമൂവ് ചെയ്യാം അല്ലേ? ഇതങ്ങനെ കുടഞ്ഞെടുത്തതാണ് അല്ലേ? ഇതേണ്ട, ഇതൊക്കെ നല്ല ഡ്രൈ ആയി നിൽക്കുന്നതാണ്. കുടഞ്ഞെടുത്തിട്ട് ഇത് ഡ്രൈ ചെയ്തല്ലേ? ഡ്രൈ ആയത്. അതുപോലെ ഇതാ ഇങ്ങനെ എല്ലാം ഇതൊക്കെ ഡ്രൈ ചെയ്താ ഇതൊക്കെ അതുപോലെ. എന്നിട്ട് അത് അവിടുന്ന് മാറ്റിയെടുക്കുക. ഇതാ കണ്ട, ഇങ്ങനെ മാറ്റിയെടുക്കുക. ഇനി താഴെ ഇന്ന് തല്ലണം. ശരി. ശരി, ഇങ്ങനെ എടുത്തിട്ട് അതെ അല്ലേ? പിന്നെ താഴെ നിലത്ത് തല്ലണം അല്ലേ? ഇങ്ങനെ നല്ല തല്ലിയെടുക്കണം. ഇതിങ്ങനെ തല്ലിയെടുക്കുന്നതിന്റെ വെള്ളം കംപ്ലീറ്റ് പോകാൻ വേണ്ടിയിട്ടാണ്. വേരിടാൻ
ആ ശരി. ആ ആ ആ മൈദയാണ്. ആ പൊട്ടിരിക്കുന്ന നൂല് വേറിടാൻ വേണ്ടിട്ട് അല്ലേ? വേറിടാൻ വേണ്ടി. ഓക്കെ ഓക്കെ. അതെ അതെ. ഇനി ഇങ്ങനെ തോരടും. ആ ഇതെങ്ങനെ ഒരു ഇതൊന്നും കാണിച്ചോട്ടാ. ആ ആ ഇങ്ങനെ ഇട്ട് കൊടുക്കുക അല്ലേ? ഇത് ഓരോരോ പീസായിട്ട് എടുക്കുക. ആ ഇതിങ്ങനെ വേർപെടുത്തണം അല്ലേ? ആ ഇങ്ങനെ ആ ശരിയാ. ആ അങ്ങോട്ട് വരും. ഇതിങ്ങനെ വേറെ വേറെ ആക്കുക. വേണ്ട തോരയിടേ വേണ്ടു. അതാക്കിയതാ. ആ ആ ഇതിങ്ങനെ തോരയിടുക. ഇങ്ങനെ ഇത് ഇനി എത്ര ദിവസം വേണം ഉണങ്ങണമെങ്കിൽ? ഒരു ദിവസം കൊണ്ട്. ആ നല്ല വെയിലുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഉണങ്ങി. 2 ദിവസം. ആ ഓക്കെ ഓക്കെ. ഇനി ഉണങ്ങാനിട്ട നൂലില്ലേ, ഇതിങ്ങനെ കെട്ടാക്കിട്ട് ഒരു 25 കൂട്ടിയിട്ട് കെട്ടാക്കും. ഒരു കെട്ടാക്കും. എന്നിട്ട് നേരെ കൊണ്ടുപോണത് അവിടേക്ക് പോവാ. അവിടേക്ക് പോവാം. അഞ്ച് ലീസാക്കി എടുക്കണം. കുറച്ച് ഇട്ടിട്ട് 5 ലീസാക്കി എടുക്കുക. ആ ഇത് 5 ആക്കി എടുക്കും. തല കിട്ടി അതിന്റെ. ആ എന്നിട്ട് റോളാക്കി എടുക്കുക. ഇതില് റോളാക്കല്ലേ ചേച്ചി? അയ്യോ. ഓ അപ്പൊ ഇതിന്റെ മുകളിലേക്ക് ഓരോ നൂല് അതിന് മുകളിൽ ചുറ്റും. അങ്ങനെ എടുത്ത നൂലാണ് ഇത്. ഓക്കെ. അങ്ങനെ എടുത്ത നൂലാണ് ഇത്. ഈ കാണുന്നത് അത് ഇതുമ്മ ഇട്ടിട്ട് 1 3 2 4 കോർക്കും. അത് കഴിഞ്ഞ് ഇത് 162 നല്ല അല്ലേ? ഈ കാണുന്നത് ഇത് 162 ഉണ്ട്. ഓക്കെ. അതിൽ നിന്ന് 1 3 2 4 കോർക്കും. ഓക്കെ. അതിൽ നിന്ന് ഞങ്ങൾ അച്ചിലേക്ക് ചീലിട്ടും കോർക്കും. ഓക്കെ. അത് കഴിഞ്ഞാൽ ഇത് 34 ഗ്യാപ്പിലേക്ക് നമ്മള് ഈ 162 നല്ല കയറ്റും. അപ്പൊ ഇതില് 5 4 കോർക്കും. 5 4 കോർക്കും. എന്നിട്ട് നമ്മളിതിൽ 20 സെക്ഷനായിട്ട് വെക്കണം. ഈ 20 സെക്ഷൻ എന്ന് പറയുമ്പോ ഈ ആണി 20 എണ്ണം ഉണ്ടാവും. ആ 20 എണ്ണത്തിലേക്ക് നമ്മള് 20 സെക്ഷനായിട്ട് ഇവിടെ വെച്ചിട്ട് പിന്നെ നമ്മള് 2 ബെല്ലടിക്കും. ഇത് 2 ബെല്ലടിച്ച് കഴിഞ്ഞാൽ 200 എന്ന കണക്ക്. അപ്പൊ നമ്മൾ മുറിക്കും. ആ മുറിച്ചിട്ട് നമ്മള് ഇതുപോലെ കെട്ടും. ഇവിടെ അവിടെ കെട്ടുണ്ട്. ആ കെട്ട് കെട്ടി കഴിഞ്ഞാൽ അങ്ങനെ 20 എണ്ണം ആക്കും. 20 എണ്ണം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ഈ റോളർ ഉണ്ടല്ലോ ഇവിടെ, ഈ റോളർ, ഈ റോളറിൽ ഞങ്ങളത് ഈ സെക്ഷനിലേക്ക് ഞങ്ങൾ ഈ ഹോളിലേക്ക് ഞങ്ങൾ ഇത് 4 വീതം 3 ഇതായിട്ട് ഈ 20 സെക്ഷനും അതിലേക്ക് ഞങ്ങൾ കണക്ട് ചെയ്യും. എന്നിട്ട് ഇവിടെ ഇതിലേക്ക് വെക്കും. വെച്ചിട്ട് ഞങ്ങള് റോൾ ചെയ്യും. അതിന്റെ മുകളിൽ റോൾ ചെയ്തിട്ട് പിന്നീട് അടുത്ത അതാണ് ഞങ്ങൾ അവിടെ താഴ്ത്തവര് നെയ്യുന്നത്. ശരി. അവിടെ ഇതുപോലെ തന്നെ കോർക്കലും കാര്യങ്ങളൊക്കെ. ഓക്കെ. ഇനി ഇവിടുന്ന് പോണ് തറിയിലേക്ക് താഴത്ത്. ഓക്കെ. താങ്ക് യു ചേച്ചി. ചേച്ചി ഇത് കഴിയാറായാ? ഇത് തുടങ്ങണമല്ലോ. അതെ. ഇത് ഫസ്റ്റത്തെ പിടി. ഇത് 2 ചെറുതുണ്ടാവും. ഇത് ആദ്യത്തെ പിടി.
ഇവിടൊക്കെ നൂലുകളുണ്ട് കേട്ടാ. 162 നൂല്. ഇതാ ഇവിടുന്ന് 162 നൂല് ഇവിടെ അങ്ങനെ ഉണ്ട്. പക്ഷെ അതിൽ വീഡിയോയിൽ ശരിക്കും കണ്ടുന്ന് വരില്ല, വെളിച്ചത് കാരണം. തൊണ്ട ഇത് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ആ ഗ്യാപ്പിനനുസരിച്ച് കോർക്കും വേണം. അല്ലെങ്കിൽ പിരിവാകും. ഇത് രണ്ടാമത്തെ പിണി എന്ന് പറയും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിണി എടുത്തു ഇത് ഇവിടെ കെട്ടി. അല്ലെങ്കിൽ തിരിയുമ്പോ ചിലപ്പോ ലൂസായി കഴിഞ്ഞാ നമ്മൾ എന്നിട്ട് ഇതിന്റെ മേലെ മുട്ടാതെ അടുത്ത സെക്ഷൻ വെക്കണം. ഇതിന്റെ ഇതിലേക്ക് കയറരുത്. ഇത് കയറാതെ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മള് സെക്ഷൻ വെക്കണം. അല്ലെങ്കിൽ നമ്മൾ കയറി പിടിച്ചാൽ നൂല് പൊട്ടും, പോകരുത്. ഗ്യാപ്പ് ഇട്ട് നിന്നാലാണ് അത് നമ്മൾ റോൾ ചെയ്യുമ്പോ നമുക്ക് പൊട്ടാതെ കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ജോലികളല്ലേ ചെയ്യാ. പിന്നെ ഇവിടെ ഇത് മുറുക്കണം. പിന്നെ നിങ്ങള് ഓടും കറക്കി കൊടുക്കുക. അപ്പോഴും 2 ബെല്ലടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കെട്ടി കൊടുത്ത പിന്നത്തെ സെക്ഷൻ ഇതുപോലെ തന്നെ വയ്ക്കുക. നമ്മള് ഇതിപ്പോ ഫില്ലാവൂലോ, ഇത് 2 ബെല്ലടിക്കും. ഈ 2 ബെല്ലടിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ മുറിച്ച് ഇതുപോലെ കെട്ടും, ഈക്വലായിട്ട് കെട്ടും. ഈ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അപ്പൊ തിരിച്ചു തുടങ്ങിയത് അല്ല. അപ്പൊ അവിടുന്നാണ് ആ നൂല് ഈ റോളുമേലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, ഒരേ സെറ്റായിട്ട്. ഏട്ടാ ഇവിടെ ഒരു സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ട ഈ ഇതില്ലേ, ഈ സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇതുണ്ട്, അതിങ്ങനെ തിരിഞ്ഞിട്ട് വന്നിട്ട് ഇതിലേക്ക് ഒന്നടിക്കും, ബെല്ലടിക്കും. ആ ബെല്ലടിക്കുമ്പോ ഇത് 100 മീറ്റർ ആണ് തുണി. ഒരു ബെല്ലടിച്ചാൽ 100 മീറ്റർ റെഡി. രണ്ടാമത് അതേപോലെ വന്ന് ബെല്ലടിച്ചാല് 200 മീറ്റർ തുണി. അതാണ് ഇതിന്റെ കണക്ക്. അപ്പൊ നിർത്തണം. ഇതാണ് ബെല്ല്. ബെല്ലടിച്ചു 100 മീറ്ററിന്റെ ബെല്ലടിച്ചു അല്ലേ? ചേച്ചി ഇതിന് എന്ത് പേരാ പറയാ ഈ യൂണിറ്റിന്? ഇതിന് വാർപ്പിംഗ് യൂണിറ്റ് എന്നാണ് ഇതിനെ പറയുക. വാർപ്പിംഗ് യൂണിറ്റിന്റെ സെക്ഷനിലാണ് ഞങ്ങള് 7 പേര് വർക്ക് ചെയ്യും. ബെല്ലടിച്ചു ബെല്ലടിച്ചു. ഇനിയിപ്പോ ഇത് കഴിഞ്ഞു ഇതുപോലെ തന്നെ രണ്ടാമത് 100 മീറ്റർ മീറ്റർ ആവണമെങ്കിൽ ഒന്നും കൂടി ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ ബെല്ലടിക്കും വീണ്ടും. എന്നിട്ട് കട്ട് ചെയ്ത് ഇത് മുറിച്ച് ഇതുപോലെ ഞങ്ങള് കെട്ടും. പിന്നെ ഞങ്ങള് നെക്സ്റ്റ് വെക്കും. ചേച്ചി ഇതിൽ എത്ര കളർ നൂലുണ്ട്? ഇതില് 4 കളർ നൂല്. നീല, പച്ച, കാവി, പീക്കോക്ക്. 4 കളർ നൂലാണ് ഇപ്പൊ ഈ നിലയ്ക്ക് ആക്കി എടുക്കുന്നത് അല്ലേ? ഇനി അടുത്ത എവിടേക്കാ? അടുത്ത് നമ്മള് താഴെ ഇതിന് ഉണ്ടാക്കുന്ന തറി എന്ന് പറഞ്ഞ ആ സംഭവം കാലോണ്ട് ഇങ്ങനെ ചവിട്ടി ചർക്ക പോലെ ചവിട്ടിയിട്ട് ഞാൻ ചിലപ്പോ തറിയെന്ന് പറഞ്ഞ കറി ഇതായി വരും. അത് പറയട്ടെ, നമുക്ക് താഴെ പോവാ. അങ്ങനെ നമ്മൾ മേലെന്ന് അവിടെ തുണി ഉണ്ടാക്കണ 200 മീറ്റർ 100 മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ബെല്ലടിക്കുന്ന സംഭവമൊക്കെ നമ്മൾ കണ്ടു. അത് വന്നതിൻ്റെ ശേഷം ഇവരുടെ തറി എന്ന് പറഞ്ഞ സംഭവമാണ് ഈ മിഷീൻ എന്ന് പറഞ്ഞ തറി യൂണിറ്റിലേക്ക് വരികയാണ്. ഇവിടെയാണ് ലാസ്റ്റ് പ്രോസസ്സിങ് നടക്കുന്നത്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മെഷീനറീസ് ഉണ്ട്. കുറെ മെഷീനിലൊന്നും ആളില്ല.
ഇതാണ് അവിടെ തുണി ഉണ്ടാക്കിയതിന് ശേഷമുള്ള പ്രോസസ്സ്. സോറി, തുണിയല്ല, നൂലവിടെ സെറ്റ് ചെയ്തതിന് ശേഷമുള്ള പ്രോസസ്സിങ്ങാണ്. ഇതൊരു ഹായ് നമ്മള് ഒരു തുണി നമ്മളെ ശരീരത്തിൽ ഇടുമ്പോഴേക്ക് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന ഒരു തുണി, ആ തുണി ഉണ്ടായിട്ട് വരുമ്പോഴേക്ക് എന്തെല്ലാം പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് നമുക്കൊരു തുണി ഇതിൻ്റെ അപ്പുറത്തെ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ പറ്റുന്നത് അല്ലേ? അതെയാ? ഓക്കെ. ഇവിടെ കൊടുന്ന് വെക്കും, ഈ റോളർ ഇവിടെ കൊടുന്ന് വെക്കും. മോളിന്ന് 200 മീറ്റർ നൂലിന്റെ റോള് ഇവിടെ കൊടുന്ന് വെക്കും. കൊടുന്ന് വെച്ചിട്ട് അവിടെ ഈ പിന്നി എടുക്കണതുണ്ടല്ലോ, അവിടെ 2 പിന്നി എടുക്കും. അതില് ഈ കോല് ഇവിടെ കൊടുന്നിട്ട് അതിലിടും, ഇതിലിടും. കണ്ട, ഇത് രണ്ടായിട്ടാണ്. അപ്പൊ ഈ കോല് അതിന്റെ ഉള്ളില് ഇങ്ങനെ ഇടും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ കോർക്കും. ഇതിൽ ഈ റക്കയില്, ഇതിന് റക്കാന്ന് പറയാം, റക്കയില് കോർക്കും. അത് 1, 3, 2, 4 അങ്ങനെ കോർക്കുക ഇവിടുന്ന് അങ്ങോട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ കോർക്കും. ഇവിടെ ഇതിന് റീഡ് എന്ന് പറയും. ഇതില് കോർക്കും. ഇതില് ഞങ്ങൾ ഇവിടുന്ന് കോർക്കണത് 1, 3, 2, 4. അതിങ്ങനെ ഇതിന് ഒരു ചീലിയുണ്ട്. ആ ചീലിയില് ഞങ്ങള് 1, 3, 2, 4 വെച്ചിട്ട് കോർക്കും. അങ്ങനെ പുറത്ത് വന്നാല് ഇതിങ്ങനെ നെയ്യുമ്പോ ഇത് ഇങ്ങനെ പിന്നി തുറക്കും. ഇതിങ്ങനെ അപ്പൊ ഇത് 1, 3, 2, 4 ഇപ്പൊ ഈ പിന്നി തുറക്കണത്. അങ്ങനെ പിന്നെ ഇത് ഷട്ടല്, ഷട്ടല് ഇത് ഇങ്ങനെ നെയ്യ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്, പോണത്. പിന്നെ ഇത് പേണ്, അത് ഇതിന്റെ മുകളിലെ ചിറ്റ. എന്റെ മുകളില് ഈ നൂല് ചുറ്റും, കളറിനും ചുറ്റും. അത് ഇങ്ങനത്തെ റാട്ടും ചക്രത്തിന്റെ മുകളിൽ ചുറ്റ ചുറ്റിയിട്ട് ഇതിലിട്ടു. സംഭവം അത് ഇതിന്റെ മുകളില് ഇതിലിട്ടു, എന്നിട്ട് പിന്നെ ഞങ്ങള് നെയ്യണത്. നെയ്യുമ്പോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടില് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കളിക്കും. അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് ഭയങ്കര സ്പീഡുള്ള മെഷീനാണ് അല്ലേ? ഭയങ്കര സ്പീഡ് അത് അല്ലേ? ഭയങ്കര സ്പീഡാ ഇതാർക്ക്, ഭയങ്കര സ്പീഡാ. മറ്റേതങ്ങനെ മെല്ലെ അടിക്കണം, മറ്റേ സ്പീഡ് കുറവാ. ഇതാണ് ഇപ്പൊ ഞാൻ സ്പീഡുള്ളത് കണ്ടത്. നല്ല സ്പീഡാ. ഇതിലങ്ങനെ മെല്ലെ അടിക്കാൻ പറ്റില്ല.
ഇനി പിന്നെ അത് ലാസ്റ്റ് തുണിയായിട്ട് വരും. ആ തുണി അവിടുന്ന് ഇങ്ങനെ ചിറ്റണേന് ഇതവിടെ ഈ ഇത് വെച്ചിട്ടുണ്ട്, ഈ ചക്രം വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ നെയ്യുമ്പോ ഇതിങ്ങനെ പല്ല് 4 പല്ല് 5 പല്ല് അങ്ങനെ വലിക്കും. അതിങ്ങോട്ട് വലിക്കുമ്പോഴാണ് ഈ തുണി ഓരോ ഇഴ കയറുന്നതും ഇങ്ങനെ ഇതായിട്ട് വരുന്നത്. എന്നിട്ട് റോളറിന്റെ മുകളിൽ ചുറ്റും. അതന്നെ അല്ലേ. പിന്നെ തുണി കട്ടായി തുണി കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഷർട്ട് പീസ് മാത്രമാണ് ഉണ്ടാക്കുന്നത്. സാരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ എവിടെയാണ്? സാരിയൊക്കെ അത് പെരുങ്ങോട്ടുകര. ഞങ്ങക്ക് 62 സെന്റർ ഉണ്ട് ഇതിന്റെ കീഴില്. അപ്പൊ ഞങ്ങള് പല സ്ഥലങ്ങളിലും പല വെറൈറ്റി ആയിട്ടാണ് നെയ്യുന്നത്. മുണ്ട്, അതുപോലെ ഷർട്ട് പീസ്, സാരി, അങ്ങനെ എല്ലാ തുണികളും, അങ്ങനെ ബെഡ്ഷീറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങള് പല സ്ഥലങ്ങളിലായിട്ടാണ്. ഷർട്ട് മെയിൻ ഇവിടെ. ഇവിടെ ആദ്യം വെള്ള നെയ്തായിരുന്നു. ഇപ്പൊ ഞങ്ങക്ക് കളറാക്കിയത്, ഡിസൈൻ കളറാക്കി. ഇവരൊക്കെ വെള്ളയായിരുന്നു, വെറും വെള്ള ഷർട്ട് ഇല്ലേ. സ്റ്റിച്ചിങ് എവിടെയാണ്? അതൊക്കെ അവണിശ്ശേരിയില്. തൃശ്ശൂര് അവണിശ്ശേരിയാണ്. ഷർട്ടും എല്ലാം സ്റ്റിച്ച് ചെയ്തത് അവിടെ തന്നെ എല്ലാവരും. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു. ഇപ്പൊ അവിടുന്ന് നെയ്ത്തെല്ലാം കഴിഞ്ഞ് കൊടുന്ന തുണി ഇപ്പൊ ഇവിടെ എന്താ ചേട്ടൻ ചെയ്യണത്? ഇവിടെ തുണി നോക്കി എടുക്കണം. ഓക്കെ, ഡാമേജ് ഉണ്ടോ എന്നൊക്കെയാ? ഓക്കെ. എന്നിട്ട് പിന്നെ തുണി എന്താ ചെയ്യാ? എങ്ങോട്ട് അയക്കാ? എവിടെ? ആവണശ്ശേരി, തൃശ്ശൂര് ഗോഡൗണിലേക്ക് വിടും. എന്നിട്ട് അവിടുന്ന് കടകളിലേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരും അല്ലേ? ഷർട്ട് തുണിയായിട്ടും പീസായിട്ട് വരും. ശരി, ഓക്കെ. ഇവിടെ ഇപ്പൊ നമ്മള് സ്റ്റിച്ച് ചെയ്ത് കണ്ട തുണി നമ്മളിപ്പോൾ ഇവിടെ കണ്ടു. ഈ തുണി തൃശ്ശൂര് ആവണശ്ശേരി സ്റ്റിച്ചിങ് ഫാക്ടറിയിൽ പോയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് വരുന്ന ഷർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ ഷോപ്പിലുള്ളത്. മനസ്സിലായ? അപ്പോൾ ഈ തുണി ഇപ്പോൾ അവിടുന്ന് ഞങ്ങളിവിടെ നെയ്ത് വരുന്ന തുണിയാണത്. അത് ഞങ്ങളുടെ മെയിൻ ഓഫീസ് ഉണ്ട് അവണിശ്ശേരി, അവിടുന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരും. ഇവിടെ മീറ്റർ മുറിച്ച് കൊടുക്കും. ഷർട്ട് ഫുൾ സ്ലീവിനുള്ളതും ഹാഫിനുള്ളതൊക്കെ മുറിച്ച് കൊടുക്കും. അത് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇത്. ഇത് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ടുള്ള അല്ലേ? ഇവിടുന്ന് മെറ്റീരിയൽ കൊണ്ടുപോയിട്ട് നെയ്തുണ്ടാക്കിയ തുണിനെ കൊണ്ടുപോയിട്ട് അവിടുന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരുന്ന തുണികളാണ്, ഷർട്ടുകളാണിത്. കോട്ടൺ അല്ലേ? കോട്ടന്റെ സാരി ഉണ്ട്. അടിപൊളിയാ അല്ലേ? അടിപൊളി ചുരിദാർ ഇതാ അത് കാണുമ്പോ എത്ര ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ആയി വരുന്നത്. 100% കോട്ടൺ അല്ലേ? അതെ അതെ അതെ. മെറ്റീരിയലും ഉണ്ടല്ലേ? മെറ്റീരിയൽ ഉണ്ട്. ഇതൊക്കെ റെഡിമെയ്ഡ് ചുരിദാർ തന്നെ, ടോപ്പ്. അതിന്റെ ഇടയിൽ മെറ്റീരിയൽ ലേഡീസ് ടോപ്പുകൾ. ഇത് ബെഡ്ഷീറ്റാ? സാരികള്. ഇതാണ് ചുരിദാറിന്റെ മെറ്റീരിയൽ. ചുരിദാറിന്റെ മെറ്റീരിയൽ. ഞാൻ സാരിയാണ്. ഓക്കെ, അതിന്റെ അടുത്ത് തന്നെ ഉണ്ട് അല്ലേ? ചുരിദാർ മെറ്റീരിയൽ. ഓക്കെ. അതെന്താ ചേച്ചിയാ മേലിരിക്കുന്നത്? ബെഡ്ഷീറ്റ് തന്നെ. അത് ഫുള്ള് അവിടെ എല്ലാം കൈത്തറിയാണ് കേട്ടാ, അല്ലാതെ വേറെ ഒന്നല്ല. ഇവിടെ എന്തൊക്കെയോ ഇരിക്കണ്ടല്ലോ. ഇത് ചവിട്ടികളാണ്. ഇതും കോട്ടൺ തന്നെ, ഹാൻഡ് ചവിട്ടികള്. പിന്നെ ഇവിടെ പിന്നെ മറ്റ് തരം ചവിട്ടികള് അല്ലേ? ഓക്കെ.
ഇങ്ങനെന്താ വില 260. ഇവിടെയുണ്ട് ബെഡ്ഷീറ്റ് തന്നല്ലേട്ടാ മിനിയെ ബെഡ് ഉണ്ട് ഇവിടെ എല്ലാം ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നാട്ടാ ആ ബെഡിന്റെ അവിടേക്ക് ഈ ബെഡിന്റെ ഉള്ളില് എന്താ പഞ്ഞി. പ്യൂർ പഞ്ഞിയാണ് ഇതും ആവണിശ്ശേരിയിൽ നിന്ന് നെയ്ത് വരുന്നതാണ് അതെ ബെഡ്. ആവണിശ്ശേരി നെയ്ത് വരുന്ന തൃശ്ശൂർ ആവണിശ്ശേരി ഇത് കോസടി. കോസടി അതിന്റെ യെസ് ഓക്കെ ഓക്കെ പിന്നെ മാഷ ആൺകുട്ടികളുടെ പിന്നെന്താ കൊച്ചു കുട്ടികളുടെ ഡ്രസ്സുകൾ കൊച്ചു പെൺകുട്ടികളുടെ ഡ്രസ്സുകളുണ്ട് പിന്നെ എന്ത് കുർത്ത. ജുബ്ബ ജുബ്ബന്ന് കുർത്താന്ന് പറയില്ലേ അധികം ഇല്ല കഴിഞ്ഞിറക്കണു അല്ലേ അത് സ്റ്റോക്ക് കഴിഞ്ഞിറക്കണു ഇനിങ്ങനെ വന്നാല് ഇതാ കാണുന്നു അതെ ഇവിടെ കുറെ അത് മാത്രല്ല വേറെ ഐറ്റംസുകളും ഉണ്ട്. എന്തൊക്കെയാ അനിയൊക്കെ ഇവിടുത്തെ ഹണി നമ്മുടെ പ്രൊഡക്റ്റാ നമ്മളോട് ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം മാഷോട് ചോദിക്കാം ഇവിടെ എന്തൊക്കെയുള്ളത് ഈ ഹണി നമ്മളിവിടെ ഓഫീസിൽ ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. അതുപോലെ തിളക്കം, ഇത് ശക്കലാട്ടി എണ്ണ, ഇത് നമ്മുടെ അവിടുത്തെ പ്രൊഡക്റ്റാണ്. ഇത് തിളക്കം എണ്ണ വെളിച്ചെണ്ണ, നമ്മൾ തന്നെ അവിടെ ആട്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണ്. പിന്നെ ബാക്കിയുള്ള നമ്മുടെ പ്രൊഡക്റ്റുകളാണ് ഇതൊക്കെ. ഇതൊക്കെ അത് ലിക്വിഡ് റോസ് പൗഡർ, ഇത് കോടി പൗഡർ ലിക്വിഡാണിത്. കോടിയുടെ കോടിമുണ്ടില്ലേ, കോടിമുണ്ടിന്റെ ലിക്വിഡ്. ഒന്ന് കാണിച്ചത് അന്നെടുത്ത് കാണിച്ചത് കയ്യിലുള്ള ഇത് കോടിമുണ്ടിന്റെ ലിക്വിഡ്. ഏതാ ഇത് പ്യൂർ വൈറ്റ്, അതായത് ഷർട്ടിലേക്കുള്ളത്. ഷർട്ട് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കാനുള്ളത്. നമ്മുടെ ഇതുപോലത്തെ ഉജ്ജാലല്ല, ഇത് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും. മറ്റേ ഈ നമ്മുടെ ഇവരൊക്കെ നിൽക്കണില്ലേ നമ്മുടെ റവ മൂക്കി തേച്ച വടി പോലെ അതന്നെ അങ്ങനെ നിൽക്കുന്നത്. ഇത് അതിന്റെ കളറിലേക്കുള്ള കളർ ഷർട്ടിലേക്കുള്ളത്. ഇത് വൈറ്റിലേക്ക് മാത്രം. ഇത് വൈറ്റിലേക്ക് മാത്രം. ഓക്കെ. ഇതൊക്കെ ലിക്വിഡുകളാ. അതിന്റെ പൗഡറുകളാണ് താഴ്ത്തിരിക്കുന്നത്. അതെ ഇതൊക്കെ അതിന്റെ പൗഡറുകളാണ്. ഇതിന്റെ പൗഡറുകളാണ് ഇതൊക്കെ അല്ലേ? ഇത് നമ്മള് ആദ്യമായിട്ടാ കാണട്ടെ. പിന്നെ അതെന്താ? ഓക്കെ അതെ. ഇതെന്താ സാധനം? അത് നായക്കുറൻപൊടി. ഏതാ? ഈ ശരീര ഉത്തേജനത്തിനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള പൗഡറാണ്. നായക്കുറൻപൊടിയാണിത്. ഇതിവിടെ അവൈലബിൾ ആണ് കേട്ടാ. അത് നമ്മുടെ സ്നേഹ, അതായത് നമ്മുടെ ഇവിടേക്ക് വരുന്ന നമ്മുടെ തന്നെ പ്രൊഡക്റ്റുകളാണ്. അതെന്താ സാധനം? ഏതാ? ഇത് മുൾട്ടാണി മിട്ടി. നോട്ടെ. ഫേസിൽ പറഞ്ഞല്ലേ? കസ്തൂരി മഞ്ഞള് എല്ലാ പ്രൊഡക്റ്റും എല്ലാം ഉണ്ട് നമ്മുടെ. ഫേസ് പാക്ക്, പിന്നെ നെല്ലിക്ക അരിഷ്ടമുണ്ട്. പിന്നെ പലതരം അരിഷ്ടങ്ങളുണ്ട്. അരിയിരിക്കുന്നുണ്ട് പല വെറൈറ്റി. എന്തിന്റെ ദശമൂലം ചുമക്കിയതിനുള്ള ഒക്കെ ഉണ്ട്. എല്ലാം എടുത്ത് കാണിക്കില്ല മാത്രം. ഇതെല്ലാം ഖാദിയുടെ പ്രൊഡക്റ്റ് ആണ് കേട്ടാ. താളികള്, എല്ലാം ഉണ്ട്. ഹെന്ന ഇതായിരിക്കുന്നു. ഹെന്ന എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. എല്ലാരും കൂടി പോരി. ചന്ദനത്തിരികള്, സാൻഡൽ ചന്ദനത്തിരികളാവുക. ഇത് ഓക്കെ. ലിബാമ്, പിന്നെതാ വൈറ്റ് മുണ്ടുകള്, കാവിമുണ്ടുകള്, കള്ളിമുണ്ടുകള് എല്ലാം ഉണ്ട്. എല്ലാം ഇവിടുത്തെ പ്രൊഡക്റ്റ് തന്നെ കേട്ടോ. ഇതൊക്കെ നല്ല കാവിമുണ്ട്. നോക്കി അടിപൊളി ഷർട്ടുകളുടെ തുണികളുണ്ടാവും. നല്ല നല്ല മുണ്ടുകളുണ്ട് കേട്ടാ. വേണമെങ്കിൽ ഒരു 4-5 എടുക്കാം. ഇവിടുന്ന് എടുത്ത മുണ്ടാണ് എപ്പോഴും ഇരിക്കുന്നുണ്ട്. പിന്നെ അടിപൊളി തോർത്തുകള്
ഇതൊക്കെ നല്ല ഇതിണ്ട്. കോട്ടൺ 100% കോട്ടൺ തോർത്തുകൾ. ഇതാണ് ആ കെട്ടിപ്പോൾ പൊട്ടിച്ചിട്ടുള്ളൂ. കാരണം അതിൽ കണ്ട കളറുകളുണ്ട് കേട്ടോ, കളർ തോർത്തുണ്ട്. ഇതൊക്കെ പുതിയ വരവാണ്. വൈറ്റ് തോർത്തുണ്ട്. എന്താ നമുക്ക് കളിക്കുന്നത്? ഇതെന്തായാലും ഞാൻ എടുത്തുട്ടാ. അതെ, എന്താ സാധനം അറിയാം? എടുത്തോ. റോസ്മെരിയുടെ റോസ്മെരി എടുത്തോ, വാട്ടർ അല്ലേ? പിന്നെ ഇതൊന്നും എടുത്തു. ഏതാ? ഒനിയൻ. ഓക്കെ, രണ്ടും എടുത്തു അല്ലേ? ഈ മാലകളെല്ലാം ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇതിപ്പോ എന്തിപ്പോ ഇത് ഇത്ര അധികം? പിന്നെന്തെടുത്ത് 4 ഐറ്റം. ഓക്കെ, അങ്ങനെ ഖാദിയുടെ വീഡിയോ ഇതോടുകൂടി അവസാനിച്ചു. വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് അടുത്തൊരു സബ്ജക്റ്റ് ആയിട്ട് വരാം അല്ലേ? ഓക്കെ.